ഞാൻ വന്നേക്കുന്ന ഒരു അടിപൊളി ബ്രൈറ്റനിങ് ടിപ്പുമായിട്ടാണ്. നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ടിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് 2 തരമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് ഒരു സിറം ടൈപ്പും ഒന്ന് ഒരു പാക്ക് പ്ലസ് മോയ്സ്ചറൈസർ. രണ്ടിന്റെയും ഫലമാണ് നമുക്ക് ഒന്ന് തരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കത് നിങ്ങളുടെ ഒരു ടൈം വേസ്റ്റ് ആയിട്ട് തോന്നിക്കില്ല. ഞാൻ നന്നായിട്ട് വേർക്കുന്നുണ്ട്, കാരണം ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ഔൺ വോയിസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അതുപോട്ടെ. അപ്പൊ നമുക്ക് നമ്മുടെ പാക്കിനെ പറ്റി പറയാം. ഇത് സിമ്പിൾ എന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നി. കാരണം ഇപ്പം ഒരുപാട് റിസൾട്ട് തരുന്ന നല്ല നല്ല പാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് എന്താ പറയാ, പല പല സ്റ്റെപ്പുകൾ, പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ്, പിന്നെ അത് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഒരു ടിപ്പിൽ വരുന്നില്ല. ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് തരാൻ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമായിട്ട് വരില്ല. കാരണം ഞാൻ പേഴ്സണലി ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെയായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ പല പല ക്രീംസും ഇപ്പം ഹോം റെമഡീസ് ഒക്കെ യൂസ് ചെയ്ത് നോക്കുന്നുണ്ട്, സ്കിന്നിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോന്ന്. അങ്ങനെ എനിക്ക് മാറ്റം ഫീൽ ചെയ്ത ഒരു ബെറ്റർ ആയിട്ടാട്ടോ ഇത്. പിന്നെ ഞാൻ പെട്ടെന്ന് ഓൺ വോയിസ് മാറ്റി, എന്താ വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് നല്ല നോയ്സ് വന്ന്, അതാണേ. ഇവിടെ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങാണ്. പിന്നെ എടുത്തേക്കുന്ന ഓട്സ് ആണ്. ചിലരുടെ അടുത്ത് റോൾഡ് ഓട്സ് ആയിരിക്കും, എൻ്റെ അടുത്ത് ഇൻസ്റ്റന്റ് ഓട്സ് ആയതുകൊണ്ടാണ് ഞാൻ അതെടുത്തേട്ടോ. ഇവിടെ ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ട് തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയല്ല വേണ്ടത്, ഇതിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ആ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ജ്യൂസ് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഇതൊന്ന് അരിച്ചെടുക്കണം. പിന്നെ അരിച്ചെടുക്കുമ്പോൾ ചിലർ വെള്ളം ചേർക്കുന്നേ കാണാം, അങ്ങനെ വേണ്ട കേട്ടോ. കറക്റ്റ് ആ ജ്യൂസ് തന്നെ എടുക്കാൻ നോക്കാം. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഉരുളക്കിഴങ്ങ് ഇല്ലെങ്കിലോ, ചിലർക്ക് ഈ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് ഫേസിലൊക്കെ ഇടുമ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആവും, അതൊന്നും ഇഷ്ടമല്ലെങ്കിൽ ഇതിൻ്റെ സ്ഥാനത്ത് ക്യാരറ്റ് എടുക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ എടുത്തിട്ട് മാറ്റി വെച്ചില്ലായിരുന്നു ഓട്സ്, അതെടുക്കാം. എന്നിട്ട് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം അതൊഴിച്ചിട്ട് കുതിരാൻ വെക്കാം. ഒരു 10 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് വേണ്ട രീതിക്ക് അത് സെറ്റായിട്ട് കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അതിലേക്ക് ആലോവേറ ആഡ് ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ അടുത്ത് ഹെർബൽ ആയിട്ടുള്ള ഏത് ആലോവേറയും നിങ്ങൾക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ. ഏറ്റവും ബെസ്റ്റ് എന്താ വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ഒറിജിനൽ ആലോവേറ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാവും. എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഇതുപോലത്തെ ഓരോ പാക്കിനും ഹെയറിലും ഒക്കെ ഒറിജിനൽ ആലോവേറ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഇവിടുത്തെ ആലോവേറ ഏതാണ്ട് മുട്ടയായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനും ഇങ്ങനെ എടുക്കുന്നത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ, കമ്പയർ ചെയ്യുമ്പം കുറച്ചുകൂടി ബെറ്റർ അതാണെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ സംസാരത്തിൻ്റെ ഇടയിൽ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഉരുളക്കിഴങ്ങ് ജ്യൂസ് അടിച്ചെടുക്കുമ്പോൾ ഒരു 2 സ്പൂൺ ഒന്ന് മാറ്റി വെക്കണം. അത് നമുക്ക് ടോണർ ഉണ്ടാക്കാനാണ്. ഇത് നമ്മൾ നേരത്തെ കുതിരാൻ വെച്ച ഓട്സാണ് കേട്ടോ. ഒരു 10 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. അത്യാവശ്യം നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പാലാണ് നമുക്ക് എടുക്കേണ്ടത്. ഞാനിവിടെ പാലെടുക്കാൻ ഉപയോഗിക്കുന്നത് അരിപ്പയാണ് കേട്ടോ. എനിക്ക് കുറച്ചുകൂടി സിമ്പിളായി തോന്നിയത് അതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലൊരു വൃത്തിയുള്ളൊരു തുണി വെച്ചിട്ടും അരിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ നല്ല തിക്ക് മിൽക്ക് കിട്ടും. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നേരത്തെ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ജ്യൂസും ആലോവേറയും കൂട്ടി അടിച്ച് നമ്മൾ എടുത്ത് വെച്ചില്ലായിരുന്നോ, അതെടുക്കാം. അതിലേക്ക് 1 സ്പൂൺ ഓട്സ് മിൽക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഈ പാക്ക് ഒരു ജെല്ലി ടൈപ്പിലാണ് കിട്ടേണ്ടത് വെച്ചാൽ, നിങ്ങൾ എടുക്കുമ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് എടുക്കുമ്പോൾ ഒരു 2 സ്പൂണ് കുറച്ചെടുത്താൽ മതി. എനിക്ക് ലിക്വിഡ് ഫോം ആണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ എടുക്കുമ്പോൾ ജ്യൂസ് കൂട്ടിയെടുക്കാറ്. ഇപ്പം നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ടോണറാണ് ഉണ്ടാക്കുന്നത്. നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഓട്സ് മിൽക്കിലേക്ക് ഒരു 2 സ്പൂണ് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ടോണർ റെഡി. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്ന് ചെയ്യുന്നതിനോണ്ട് കുറച്ചധികം ചെയ്യാനുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ വെറുതെ തോന്നുന്ന കേട്ടോ. നിങ്ങളിത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം ഇപ്പോൾ പാക്കാണെങ്കിലും ഉരുളക്കിഴങ്ങ് ജ്യൂസിലേക്ക് ആലോവേറയും ഓട്സ് മിൽക്കും ആഡ് ചെയ്താൽ നിങ്ങളുടെ പാക്ക് റെഡിയായി. ഇപ്പോൾ ടോണർ ആണെങ്കിൽ ഓട്സ് മിൽക്കിലേക്ക് ഒരു 2 സ്പൂൺ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്താൽ നിങ്ങളുടെ ടോണറും ആയി. ഇത്ര സിമ്പിളായിട്ട് നല്ല റിസൾട്ട് തരുന്ന ഒരു പാക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ മുഖത്തെ കറുത്ത പാടുകൾ മാറ്റാനും നിറവ്യത്യാസങ്ങൾ മാറ്റാനും സ്കിന്ന് നല്ല ഗ്ലോ ആയിരിക്കാനും, ഇനിയിപ്പം ചുളിവുകൾ മാറാനാണെങ്കിലും ഇനി അധികാരം പറഞ്ഞു കേൾക്കാത്ത ഒരു ബെനിഫിറ്റും കൂടിയുണ്ട്. സൺലൈറ്റിൽ നിന്നിട്ട് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും കേട്ടോ പൊട്ടാറ്റോ. ഇപ്പോൾ ഓട്സ് ആണെങ്കിലും നമ്മുടെ ചുളിവുകൾ മാറ്റാനും നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആക്കാനും കറുത്ത പാടുകൾ മാറ്റാനും നല്ലൊരു ക്ലെൻസർ കൂടിയാണ് ഓട്സ്. ഇതിലുപയോഗിച്ച് ആലോവേറ ആണെങ്കിലും നമ്മുടെ സ്കിന്നിന് എപ്പോഴും മോയ്സ്ചർ ചെയ്ത് വെക്കാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഫേസിൽ വരുന്ന വൈറ്റ് ഹെഡ്സ് കുറയ്ക്കാനും ഒക്കത്തിനും ഹെൽപ്പ് ചെയ്യും. ഞാൻ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചൊന്ന് പാളിപ്പോയി, പക്ഷെ നിങ്ങൾ ടോണർ കുപ്പിയിലേക്ക് ആക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെറുതെ നമ്മൾ ടോണർ വേസ്റ്റ് ആക്കി കളയരുത്. അപ്പം ഞാനിവിടെ നമ്മുടെ പാക്കും ടോണറും നല്ലൊരു വൃത്തിയുള്ളൊരു ബോട്ടിലേക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു സ്പ്രേ ടൈപ്പ്
ബോട്ടിലാട്ടോ. ടോണറിനടുത്ത് കുറച്ചും കൂടി അപ്ലൈ ചെയ്യാൻ എനിക്ക് സുഖം ഇതാണ്. ഇതാകുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഫേസിൽ ടാബ് ചെയ്ത് വിട്ടാൽ മതി. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയാണ് എടുത്തത്. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ അടിപൊളിയായി ബ്രൈറ്റ് ആക്കുന്ന പാക്കും ടോണറും റെഡി ആയിട്ടോ. ഇനി ഞാനിതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതും കൂടി കാണിച്ചു തരേ. ഇതുപോലെ സ്പ്രേ ബോട്ടിലാണ് ടോണർ വെച്ചാൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് കണ്ണൊക്കെ ഒന്ന് അടച്ചു വെക്കണേ. ഒരു 2-3 മിനിറ്റ്സ് ഫേസിലൊന്ന് ഈ ടോണർ ഒന്ന് ടാബ് ചെയ്ത് കൊടുത്തൊന്ന് അബ്സോർബ് ആയതിനു ശേഷം നമുക്ക് നമ്മുടെ പാക്ക് ഇടാം കേട്ടോ. നമ്മൾ ഫേസിൽ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മുടെ നെക്കിലും കൂടി അത് അപ്ലൈ ചെയ്യാൻ മറക്കരുതേ. ഇപ്പം ഞാൻ ടോണർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 3 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പം ഞാൻ ചെയ്യുന്നത് നമ്മുടെ പാക്ക് പ്ലസ് മോയ്സ്ചറൈസർ ഇല്ലേ, അത് അപ്ലൈ ചെയ്യാനേ. നിങ്ങൾ പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ചെവിയും കഴുത്തും മറന്നു പോയേ ചെയ്യരുത് അപ്ലൈ ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ബ്രൈറ്റായി നിൽക്കും, ചെവിയാണെങ്കിലും കഴുത്താണെങ്കിലും ഡള്ളായി പോവും. അതുകൊണ്ടാണ് ഈ പാക്ക് ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കും ഡ്രൈ ആയി വന്നിട്ടുണ്ടാവും. എന്നിട്ടിത് വെള്ളം കൊണ്ട് കഴുകിക്കളയാം. പിന്നെ പാക്ക് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു 1 മന്തിലേക്കുള്ളതൊന്നും ഒറ്റയടിക്ക് ഉണ്ടാക്കി വെക്കാതിരിക്കുക. ഒരു 1-2 വീക്കിലേക്കുള്ളത് മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് അത് കഴിഞ്ഞതിന് ശേഷം വേറെ ഉണ്ടാക്കുക കേട്ടോ. ഒരു 1-2 വീക്കെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ടോണറും പാക്കും ഞാൻ പറഞ്ഞ പോലെ ഉപയോഗിക്കണേ. എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ബെറ്റർ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.